Hey guys, welcome back to Malayali YouTube Live. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇത് ആക്ച്വലി 4ാം ഓണം എന്നാണ് പറയാ. നമുക്ക് ആക്ച്വലി ഇവിടെ പുലിക്കളിയൊക്കെ നടക്കുന്ന സമയമാണ് തൃശ്ശൂർക്കാർക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കൊറോണ ഓണം ആയിപ്പോയി. സാരമില്ല, പോട്ടെ അല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ സേഫ് ആയിട്ട് കുറച്ച് ഓണം കൂടെ ഉണ്ണാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഒരു സർപ്രൈസ് എലമെന്റും കൂടി ഉണ്ട്. അത് ലാസ്റ്റ് പറയുള്ളൂ. അപ്പൊ അതിന് മുന്നായിട്ട് എന്റെ വൈഫിന്റെ സാരി കളക്ഷൻ കാണിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഒരു സാരി കളക്ഷൻ വീഡിയോ ആണ്. ഒരുപാട് സാരി ഒന്നും എനിക്കില്ല, വളരെ കുറച്ച് സാരി ഉള്ളൂ. അതും ഞാൻ സാരി കുറെ ഉടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് സാരി കളക്ഷൻ എനിക്കുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തന്നെ ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, പ്ലീസ് പ്ലീസ് ഡു കമന്റ്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സാരി കളക്ഷൻ ചെയ്താൽ ഞങ്ങളുടെ ആ വഴിക്ക് പോയി ക്യാമറ എടുക്കണേ ഒന്നും അവൾ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെയാണ് ഇന്നത് ക്യാമറ ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റുകൂട്ടുന്ന ക്ഷമിക്കാം കേട്ടോ. ഓക്കെ, കമോൺ. കണ്ടോ ഗൈസ്, ഇതാണ് അവളുടെ ഏറ്റവും കുറഞ്ഞ സാരി കളക്ഷൻ. ഇതൊക്കെയാണ് അവൾ പറഞ്ഞായിരുന്നത്. കുറച്ചുള്ളൂ, നോക്ക് എത്രയാണ്. നോ, ഇതാണല്ലേ നിന്റെ ഏറ്റവും കുറച്ച് സാരി കളക്ഷൻ അല്ലേ? അതെ 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 അതെ, ഇത്രയധികം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര ഉണ്ടായിരുന്നു അതിനുള്ളിൽ. സോ ബി അവെയർ ഗൈസ്. സാരി ഇല്ല ഇല്ല എന്ന് പറഞ്ഞവര് മേടിക്കാൻ പറയും. ഹസ്ബൻഡ്സ് നമ്മളെ ശ്രദ്ധിക്കാൻ. ഇടയ്ക്കൊന്ന് വാർഡ്രോബ് സെർച്ച് ചെയ്ത് എത്ര സാരി ഉണ്ടെന്ന് എണ്ണം നന്നായിരിക്കും. മുമ്പ് തീരോ കൊറേ ആയില്ലോ. എനിക്ക് ഇത്രയും നേരം ഇങ്ങനെ അവിടെ നിൽക്കാൻ പറ്റില്ലടാ. ഓക്കെ, ഏകദേശം സെറ്റ് ആയിട്ട് തോന്നുട്ടോ. ഇതാണ് എന്റെ സാരി കളക്ഷൻ. ഇത്രയും സാരി എനിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2.5 കൊല്ലം. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഞാൻ സാരി ഉടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സാരി എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുള്ള, കാരണം അമ്മയായിട്ടും ഇവിടെ മമ്മിയായിട്ടൊക്കെ ഞങ്ങൾ എക്സ്ചേഞ്ച് അല്ല ഗൈസ്, അടിച്ചുമാറ്റലാണ് നടന്നിരിക്കുന്നത്. അടിച്ചുമാറ്റൽ എക്സ്ചേഞ്ച്. പിന്നെ അമ്മയുടെ സാരി എന്ന് പറഞ്ഞാൽ മോൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്റെ സാരി കളക്ഷൻ ഇത്രയുള്ളത്. അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ സാരി തുടങ്ങാം. ഞങ്ങളുടെ കല്യാണത്തിന് ഞാൻ പ്രിഫർ ചെയ്തൊരു സാരി തന്നെയാണ്. ബിക്കോസ് എന്റെ ഫേവറേറ്റും ഇവന് ഞാൻ ഇവിടുത്തെ ഇഷ്ടമുള്ളതും സാരിയാണ്. അപ്പൊ അതുകൊണ്ട് സാരിയും തുടങ്ങാം. വെഡിങ് സാരിയാണിത്. ആക്ച്വലി ഞങ്ങൾ ഷീവാട്ടിന്നാണ് എടുത്തത്. എനിക്ക് നെറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നെറ്റ് ഞങ്ങൾ ആക്ച്വലി മുറിച്ച് മേടിച്ചു. ഇതൊന്നും ഇല്ലാത്ത നെറ്റായിരുന്നു. അതിന് നമ്മൾ ജസ്റ്റ് പേൾ വർക്ക് മാത്രം ഷീമാട്ടിൽ ഡിസൈനേഴ്സ് ചെയ്താണ്. ഇങ്ങനെ പേൾ വർക്ക് മാത്രം ഉള്ള. അപ്പൊ ഇതിന്റെ ഇവിടെ താഴെ മുകളിൽ മാത്രമാണ് പേൾ വർക്ക് ഉള്ളൂ. സാരി ഫുള്ളായിട്ട് നിർത്തുമ്പോൾ ഇങ്ങനെ വരും. ഈവൺ ഇതിന്റെ തല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് എൻജിൽ മാത്രമേ നമ്മൾ പേൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ വളരെ എലിഗന്റ് ആയിരുന്നു അല്ലെ. ഇതാണ് വെഡിങ്ങിന്റെ സാരി. ഇതിന്റെ ബ്ലൗസ് നമ്മൾ ഷിവാട്ടി തന്നെയാണ് തയ്പ്പിച്ചത്. ആക്ച്വലി ഞാൻ ഇതിന്റെ ബ്ലൗസ് 3/4 നമ്മള് കൈയൊക്കെ ചെയ്തിട്ട് ഫുള്ള് ബ്ലൗസ് ചെയ്താണ്. ഇതിന്റെ ബാക്കിൽ ഇവരൊരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൗസ് ഒക്കെ ഡീപ്പ് നെക്കായിട്ട് നല്ല രസമായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് മൈ വെഡിങ് ഡ്രസ്. ആക്ച്വലി ആ വെഡിങ് സെറിമണിയിൽ ഉള്ള നല്ലൊരു ഡ്രസ്സായിരുന്നു.
അടുത്ത് പറയുന്നത് ഞങ്ങളുടെ മന്ത്രകോടിയാണ്. മന്ത്രകോടി ഒരുപാട് വിലയുടെ സാരി എടുക്കുന്നതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കസവൊന്നും ഇഷ്ടമല്ല. പിന്നെ മെറൂൺ ആയിരുന്നു ഫുള്ള് ഫാമിലിക്ക് ഇഷ്ടമായ കളർ. പക്ഷെ എനിക്ക് മെറൂൺ എന്തോ ഇഷ്ടമല്ല, മെറൂൺ റെഡും. അപ്പൊ അങ്ങനെ ഇതായിരുന്നു ഒരു റോയൽ ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്ത കളർ. നിങ്ങൾ ഫോട്ടോസ് കണ്ടു കാണും. വളരെ സിമ്പിൾ ആയിട്ട് വേറെ എവിടെയും ഇതിന് കസവൊന്നുമില്ല. എൻജിൽ മാത്രമേ കസവുള്ളൂ ഈ ഒരു പാച്ച്. എൻഗേജ്മെന്റ് സാരി കാണിക്കാം. എൻഗേജ്മെന്റ് ഞാൻ സാരി തന്നെയാണ് കൊടുത്തത്. എനിക്ക് സാരി ഒരു ലവറാണ്, സാരി ലവർ. അപ്പം എൻഗേജ്മെന്റ് സാരി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആയിരുന്നു നമ്മുടെ കോഡ്. അങ്ങനെയാണ് ഈ ഒരു സാരിക്ക് എത്തിയത്. എൻഗേജ്മെന്റ് സാരി നമ്മൾ ഇവിടെ നിന്നല്ല എടുത്തത്, ജോളി സിൽക്സ് എന്നാണ് തോന്നുന്നു അല്ലേ? തൃശ്ശൂർ ജോളി സിൽക്സ് ആണ് എടുത്തത്. ഇത് ആക്ച്വലി ബനാറസ് വിത്ത് ജൂട്ടാണ്. ബനാറസിൽ ജൂട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ കളർ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ബനാറസ് തന്നെ മെറ്റീരിയൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സാരിയിലേക്ക് എത്തുന്നത്. ഇതിന്റെ പല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തല വരുന്നത് തല. യെസ്, ഇതിന്റെ പല്ലു, ഇതിന്റെ തല വരുന്നത് ഇത്രയേ ഉള്ളൂ. കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു റെഡ് ആയിരുന്നു. അപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു ഇതിന് ഒരുപാട് കസവില്ല, ഒന്നുമില്ല എന്നല്ലേ. അപ്പം ഞാനത് ആക്ച്വലി ജോളി സിൽക്സ് തന്നെയാണ് ഇങ്ങനെ ഒരു പീസ് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മേടിച്ചിട്ട് അത് മാത്രം കൈ വെച്ചിട്ട് അതാണ് എൻഗേജ്മെന്റ് ചെയ്ത്. ഞാൻ പറയുകയാണെങ്കിൽ എൻഗേജ്മെന്റിലാണെങ്കിൽ എന്താണെങ്കിലും ഒരുപാട് കാശ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഗൈസ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതേ ഉള്ളൂ. സോ ഇതായിരുന്നു എൻഗേജ്മെന്റ് കോസ്റ്റ്യൂം. ദെൻ കംസ് ഞാൻ സാരീസിനെല്ലാം ഫാബ്രിക് അനുസരിച്ച് കാണിക്കാം. സോ അടുത്തത് എനിക്ക് കുറച്ച് സോഫ്റ്റ് സിൽക്ക് ആകെ 3-4 ഉള്ളൂ. അപ്പൊ അത് കാണിക്കാം. സോഫ്റ്റ് സിൽക്കിൽ ഇത് നിങ്ങൾ ഞാൻ ഒരുപാട് ഉടുത്ത് കണ്ടു കാണും. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാരിയാണ്. ഐ തിങ്ക് ഇതും നമ്മള് ജയലക്ഷ്മി എന്നാണ്, തൃശ്ശൂർ ജയലക്ഷ്മി എന്നാണ് എടുത്തേക്കെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ദിസ് ഈസ് ഫ്രം തൃശ്ശൂർ ജയലക്ഷ്മി. 3 കളറിൽ വരുന്ന ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സ് എല്ലാം ഒരു സോഫ്റ്റ് സിൽക്കാണ്. കൊടുത്ത് നല്ല ഭംഗിയാണ്, അത് ആരും കൊടുത്താലും ഭംഗിയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സാരിയുടേത്. ഇവിടെ ഓരോരുത്തരും ഫുൾ ടൈം കളിയാക്കും സാരി ഒരുപാട് അതിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ ഓക്കെ, ഇതിന്റെ പല്ല് നോക്കിക്കോ, ലൈറ്റ് ആയിട്ട് പ്രിന്റ്സ് വരുന്നുണ്ട്. അതില് ലൈറ്റ് ആയിട്ട് കസവും വരുന്നുണ്ട് അതിന്റെ പല്ല്. ദെൻ ഇതിന്റെ ബ്ലൗസ് സെയിം ട്രിപ്പിൾ ഷെയ്ഡ് വരുന്നതാണ്. 1, 2, 3 3 ഷെയ്ഡ് വരുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു ഹാഫ് സ്ലീവ് ആയിട്ട് തയ്പ്പിച്ചു. ഇനി വരുന്നത് പിങ്കിലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് ആണ്. പിങ്ക് സോഫ്റ്റ് സിൽക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരിയാണ്. സെയിം ലൈക്ക് ഒരുപാട് വോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ബേസിക് ആയിട്ട് കുറച്ച് ആനയും അങ്ങനെ കുറച്ചൊരു പ്രിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ്. സെയിം പിങ്ക് എന്ന് പറയുമ്പോൾ ഗേൾസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണല്ലോ. പിന്നെ ഇതിന്റെ പല്ലു ഈസ് വെരി സട്ടിലായിട്ട് കസവ് വന്നിട്ട് പ്രിന്റ് ഉള്ള സാരി. ഇതിന്റെ ബ്ലൗസ് വെരി ക്ലീൻ. ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഡിസൈനർ ബ്ലൗസ് തയ്പ്പിക്കുന്ന ഒരാളല്ല. ഇറ്റ്സ് വെരി പ്ലെയിൻ, സിമ്പിൾ ആൻഡ് നീറ്റ്. പിങ്ക്. ഇത് നെക്സ്റ്റ് ഒരു സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. ഇത് ആക്ച്വലി ജോളി സിൽക്സ്, തൃശ്ശൂർ ജോളി സിൽക്സ് തന്നെയാണ് എടുത്തത്. സാരീസ് ഒന്നും എടുക്കാതെ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാടായി. ഇവിടെ തുറന്നു നോക്കുന്നത്. ഓക്കെ, സാരി ഇങ്ങനെയാണ്. ഫുള്ള് എന്താ പറയുക വേർട്ടിക്കൽ ലൈൻസ് ഉള്ള ഒരു സാരിയാണ്. വളരെ സിമ്പിൾ ആൻഡ് നീറ്റ് ആയിട്ട് ഫുള്ള് ഒരു കുറച്ചൊക്കെ കസവ് ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ പല്ലു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാങ്ങ ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, ഇതിൽ കുറച്ച് മാങ്ങയായിട്ടല്ല, മാങ്ങയല്ല മാങ്ങ ഡിസൈൻ. ഓക്കെ, അപ്പൊ അതിന്റെ ബ്ലൗസും സിമ്പിൾ ആൻഡ് നീറ്റ് ഓറഞ്ച് പിങ്കിഷ് ഹാഫ് ബ്ലൗസ്. അപ്പൊ ഈ പറഞ്ഞ 3 സോഫ്റ്റ് സിൽക്കും കല്യാണം പ്രമാണിച്ചെടുത്തായതുകൊണ്ട് അത് എന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7,000 to 9,000 റേഞ്ചിലുള്ളതാണ് നമ്മുടെ ഈ
3 സോഫ്റ്റ് സിൽക്കും. അതുപോലെ നമ്മുടെ എൻഗേജ്മെന്റ് സാരി വാസ് ലൈക്ക് 12,000 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ. ഇനി അടുത്തത് ഞാൻ കുറച്ച് ടസർ സിൽക്ക് കാണിച്ചാലോ? ഓക്കെ, ടസർ സിൽക്ക് കാണിക്കാം. കല്യാണം പ്രമാണിച്ച് എടുത്ത ടസർ സിൽക്ക് തന്നെയാണല്ല. അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് നീറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടസറാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് പ്രിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പം ലൈക്ക് ദിസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇറ്റ്സ് വെരി പ്ലെയിൻ. ഇത്ര ഒരു പിങ്കും ബ്ലൂ കൂടെ ഉള്ള മിക്സ് ആണ്. ഇതിന്റെ പല്ലു തന്നെ, ഈ പല്ലുവാണ് ഈ സൈഡിൽ വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഡിസൈനും ഇല്ലാത്ത ഒരു സിമ്പിൾ ടസർ സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് കംപ്ലീറ്റ്ലി പ്ലെയിൻ, പക്ഷെ പിങ്ക് ഷെയ്ഡാണെന്ന് മാത്രം. ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഹാഫ് സ്ലീവിലെന്നാണ് ഞാൻ തയ്പ്പിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് കംസ് ഇത് വെഡിങ് ആനിവേഴ്സറി വാങ്ങിച്ച് എൻ്റെ പപ്പയും മമ്മിയും കൂടെ ഞങ്ങൾക്ക് എടുത്തു കൊണ്ടുവന്ന, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കൊണ്ടതിൽ എനിക്ക് എടുത്തു കൊണ്ടുവന്ന സാരി ആയിരുന്നു. അത് ടസറാണ്. പ്രൈസ് അറൗണ്ട് 6,000 റേഞ്ചിലുള്ളതാണ്. ടസറും ചൂട്ടും കൂടെ ലൈറ്റായിട്ട് മിക്സിലാണ്. ആഷാണ്, ഫുൾ പ്രിന്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പല്ലു അല്ലെങ്കിൽ തല വരുന്നത് ഇതാണ്, ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. അതിൻ്റെ ബ്ലൗസ് സെയിം പല്ലുവിൻ്റെ കളറുള്ള ബ്ലൗസാണ്. അത് 3/4 ആയിട്ട് ബ്ലൗസ് വെച്ചിട്ടുണ്ട്. Then comes Tassar ഷീമാട്ടി കളക്ഷൻ ഗൈസ്. ഷീമാട്ടിൽ സാരീസ് നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ ഒരുപാട് റേഞ്ച് നോക്കി മേടിക്കാനും പറ്റും. കാരണം നിങ്ങളെ റേഞ്ച് പറഞ്ഞാൽ ആ റേഞ്ച് സാരി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ സാരിയൊക്കെ നോക്കാൻ പോയി. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അവിടെ കിട്ടിയില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വന്ന കളക്ഷനിൽ ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ട് എടുത്ത 2 സാരീസിൽ ഒന്നാണ്. ദിസ് ഇസ് ടസർ, ഫുൾ ടസറാണ്. ടസർ ഇതിൽ കുറച്ച് പ്രിന്റ് വന്നിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ പ്രൈസ് അന്ന് എടുക്കുമ്പോൾ വാസ് ലൈക്ക് 10,000 ഉണ്ടായിരുന്നു ഈ ഒരു സാരി. ഇത് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി കൂടിയാണ്. ഇറ്റ്സ് ഡാർക്ക് ഗ്രീൻ, നല്ല സാരിയാണ്. ഇതിൻ്റെ പല്ലുവാണ് ആ എനിക്ക് കാണുന്ന ഫുൾ പ്രിന്റ്. ബാക്കി ബോഡി ഫുള്ള് ജസ്റ്റ് സിമ്പിൾ പ്രിന്റ്സ് മാത്രമേ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തതാണ്. ഇതിന് ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഗ്രീൻ മാത്രമേ ഉള്ളൂ, ലൈക്ക് ഗ്രീൻ. ഇതിൻ്റെ സ്ലീവ്സിൽ മാത്രം ഒരു പ്രിന്റ് വരുന്ന പോലെയുള്ള ബ്ലൗസ്. ഇതിനൊപ്പം തന്നെ അന്ന് ഷീമാട്ടിയിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ഗോൾഡൻ. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ആണ്. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ഗൈസ്. ഓക്കെ, ഇത് ബോഡി ഇങ്ങനെ വരാം. ബോഡി ഈസ് ലൈക്ക് ദിസ്, ഫുൾ പ്ലെയിൻ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ യു ക്യാൻ സീ ദ സ്ക്വയേഴ്സ്. നോക്ക്, ലൈറ്റായിട്ട് സ്ക്വയേഴ്സ് കാണുന്നുണ്ടോ? 2 എൻഡിൽ ലൈറ്റായിട്ട് സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പല്ലു വരുന്നത് സ്ക്വയേഴ്സ് തന്നെയാണ്, പക്ഷെ അതൊരു ട്രാൻസ്പെറൻറ്റ് കം ബ്രൗണിഷ് ഷെയ്ഡിൽ വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയലാണ് അതിൻ്റെ സ്ക്വയേഴ്സ്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് അഗൈൻ പ്ലെയിൻ ആണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതിന് ഹാസി ബ്ലൗസ് ഏൽപ്പിച്ചേക്കുന്നത്. ഇതിനൊരു വലിയ കഥയുണ്ട് ഗൈസ്. This is my black jute. I think കല്യാണത്തിന് മുമ്പ് ഇവര് വരുന്നെന്ന് പറഞ്ഞിട്ട്, കാണാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് സാരി കൊടുക്കാനായിട്ട് മേടിച്ചാണ് ഗൈസ്. എന്ത് പറയാനാണെന്ന് നോക്കണേ. ബ്ലാക്ക് ജൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഞാനും പപ്പയും കൂടെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ഐ തിങ്ക് എറണാകുളം തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞങ്ങളിത് മേടിച്ചു കൊടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച ഒരു സാധനമാണ്. ഇറ്റ് വാസ് ലൈക്ക് 6,000 റേഞ്ചിലായിരുന്നു അന്ന്. അപ്പോൾ ടസറല്ല, ജൂട്ടാണ്. അപ്പോൾ ഈ സംഭവത്തിന് ഞാൻ അതിന് ഉടുക്കാനായിട്ട് വലിയ ആവേശത്തിലൊക്കെ വന്നതാണ്. പക്ഷെ ബ്ലാക്ക് കല്യാണം കാണാനായിട്ട് വരുമ്പോൾ, അല്ല പെണ്ണ് കാണാൻ വരുമ്പോൾ ബ്ലാക്ക് ഉടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഫുൾ മാറ്റി ഉടുപ്പിച്ചു ഗൈസ്. അന്ന് ഞാൻ ഒരു കൂറ വേറൊരു സാരി ഉടുത്തായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ആ സാരി ഞാൻ ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്, അത് കാണിക്കാനില്ല. സോ ദിസ് ഇസ് അതിന്റെ പല്ലു അല്ലെങ്കിൽ തല എന്ന് പറയുന്നത്. ഇതിന്റെ ബ്ലൗസ് നിങ്ങളിത് ഞാൻ ഗെറ്റ് ടു നോസ് വീഡിയോസിൽ നമ്മൾ ഗെറ്റ് ടു നോസ് ചെയ്തപ്പോൾ വീഡിയോ ഇതാണ് ഇട്ടായിരുന്നു അല്ലേ? സെയിം ജൂട്ട് തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിന് ഞാൻ സ്ലീവിൽ ഇങ്ങനെ കൊടുത്ത് തയ്ച്ചു. ഇനി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ചന്തേരി സിൽക്ക് ഉണ്ട്. ചന്തേരി സിൽക്ക്. അതെ, ഇഷ്ടംപോലെ സാരി ഉള്ളപ്പോഴേ ഏത് കാണിക്കുന്ന കൺഫ്യൂഷൻ വരും. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ ഒരുപാട് ഇടവഴികളുള്ളപ്പോൾ ആർക്കായാലും വഴി തെറ്റും എന്ന് പറഞ്ഞ പോലെ ഒരിക്കലുമില്ല. ഓക്കെ, സോ ഇത് ഈ ചന്തേരി സിൽക്ക് നിങ്ങൾ കണ്ടു കാണും. ചന്തേരി സിൽക്ക് ആണിത് കംപ്ലീറ്റ്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഉടുത്ത അതുപോലെ നിൽക്കുന്ന സാധനമാണ് ചന്തേരി സിൽക്ക്. ഇതാണ് അതിന്റെ പല്ലു വരുന്നത്. ഇതാണ് വെരി നൈസ് സാരി. ഐ ലവ് ഇറ്റ്. അതിന് ബ്ലൗസ് സെയിം പ്രിന്റ് അല്ല, ഒരു സെയിം പ്രിന്റ് അല്ലേ, ഇതിന്റെ എൻഡിലെ പ്രിന്റ് ആണെങ്കിൽ ബ്ലൗസ് ഹാഫ് സ്ലീവ് ആയിട്ട് വെച്ചു കട്ട് ചെയ്തു. കാണിക്കേണ്ടത് സെക്കൻഡ് സാരിയാണ്. ഇവിടുന്ന് ഇച്ചാനും മമ്മിയും എല്ലാവരും കൂടെ വന്നിട്ട് സെക്കൻഡ് സാരി എന്ന് പറഞ്ഞിട്ട് സാരി ക്രിസ്ത്യൻസിന് എടുക്കും. അപ്പൊ അതിൽ എടുത്തൊരു സാരിയാണ്. എനിക്ക് ഡിസൈനർ സാരീസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സീക്വൻസ് അങ്ങനെയുള്ള ബീഡ്സ് ഒന്നും വെച്ചിട്ടുള്ള സാരീസ് ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ അങ്ങനെ ഒരെണ്ണം കൊടുക്കണം എന്ന് ആഗ്രഹം. പിന്നെ അതുപോലെ എനിക്ക് കളറിന് ഭയങ്കര ഇഷ്ടമായി. നൈറ്റ് ഭയങ്കര ഷോ ആയതുകൊണ്ട് ഈ ഒരു കളറിൽ ഞാൻ വീണു ഗൈസ്. എനിക്ക് ആകെ ഇങ്ങനെ എന്തെങ്കിലും ബീഡ്സ് ഒക്കെ വെച്ചിട്ടൊരു സാരി ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. അയ്യോ, ഇതാണ് ആ സാരി. പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻഡിൽ മാത്രമാണ് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തലയാണ് ആ വരുന്നത്, എൻഡ് പല്ലു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് ഇസ് അഗൈൻ പ്ലെയിൻ ആണ്. അതിൻ്റെ സ്ലീവ്സിൽ മാത്രം ഈ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബ്ലൗസ്. ദെൻ ഇതിനും ഒരു കഥയുണ്ട് ഗൈസ്. ഈ രണ്ട് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് നമ്മള് റിലേറ്റീവ്സിന് സാരി കൊടുക്കുമ്പോൾ പോലെ മേടിച്ചതാണ്. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് കൊടുക്കാം അടിച്ചു മാറ്റി. അപ്പൊ അതില് രണ്ടെണ്ണം അടിച്ചു മാറ്റാണ്. ഒന്ന് റോയൽ ബ്ലൂ, റോയൽ ബ്ലൂ നിങ്ങൾ കൊടുത്ത് കണ്ടാണ്. അപ്പോൾ ഈ ഒരു റോയൽ ബ്ലൂ എനിക്ക് ഇഷ്ടമാണ്. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സാരിന്ന് എൻഡിൽ വന്നേക്കുന്നത് ജസ്റ്റ് ത്രെഡ് വർക്കാണ്. ത്രെഡ് വർക്ക് മാത്രമല്ല, ഇതിൽ ഹസൊന്നുമില്ല. ഇതിൻ്റെ പല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലു ഈസ് ലൈക്ക് ഫുൾ ത്രെഡ്സ് ആണ്. പല്ലു ത്രെഡ് മാത്രമല്ല, റെഡ് ത്രെഡ് ആണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഇസ് സെയിം ബ്ലൂ ആണ്. ബ്ലൂവിൽ ഞാനിങ്ങനെ റെഡ് പൈപ്പിംഗ് വെച്ച് തയ്ച്ചേക്കുന്നൊന്നുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് ദിസ്. ഇതിൻ്റെ സെയിം മെറ്റീരിയൽ, സെയിം എവറിത്തിങ് സെയിം. അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമാണ് അടുത്ത് വരുന്ന ഒരു സാരി എന്ന് പറയുന്നത്. കളർ ഇഷ്ടപ്പെട്ടിട്ട് ഇതും അടിച്ചു മാറ്റിയതാണ് ഗൈസ്. ഇതെനിക്ക് കളർ ഇഷ്ടപ്പെട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കളറ്? ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം, അല്ല കല്യാണത്തിന് അന്ന് രാത്രി അല്ലേ, കല്യാണത്തിന് അന്ന് രാത്രി നമ്മൾ ഈ സാരിയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പല്ലു ഇസ് ജസ്റ്റ് ദാറ്റ് പ്രിന്റ് അല്ല, അത് ത്രെഡ് വർക്ക് ആണ്. സെയിം ഇതിൻ്റെ സൈഡിലും ത്രെഡ് വർക്ക് ആണ്. ഇതിൻ്റെ ബ്ലൗസും ഇസ് സെയിം ലൈക്ക് നോർമൽ, ജസ്റ്റ് സെയിം കളറാണ് വരുന്നത്. ഇനി കാണിക്കാനുള്ള സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്ലൗസ് അയപ്പിച്ചിട്ടില്ല. ദിസ് ഈസ് ഫ്രം നമ്മള് ചെന്നൈ ശരവണ സ്റ്റോഴ്സ് എന്നാണ് ഈ സാരി എടുക്കുന്നത്. ശരവണയിൽ നമ്മൾ കാലത്ത് തൊട്ട് നടന്നിട്ട് നമുക്ക് ആകെ ഒരു സാരി ഇഷ്ടപ്പെട്ടേക്കണേ. അപ്പൊ അങ്ങനെയാണ് ഈ സാരി എടുക്കുന്നത്. നമ്മൾ ഈ സാരി എത്ര രൂപയ്ക്ക് എടുക്കുന്നതാണ്? ഈ കഴിഞ്ഞ സാരീസ്, ഈ കാണിച്ച ഈ രണ്ട് സാരീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2000-3000 റേഞ്ചിലാണ് ഈ രണ്ട് സാരി. അതുപോലെ സെക്കൻഡ് സാരി അന്ന് എനിക്ക് തോന്നുന്നു 7000 സംതിങ് ആയിരുന്നു. പിന്നെ ചന്തേരി സിൽക്ക് ഐ തിങ്ക് 4000 സംതിങ് ആണ് അങ്ങായത്. അപ്പോൾ അങ്ങനെ ഈ സാരി ശരവണ സിൽക്സിന് നമ്മൾ ഐ തിങ്ക് 2500 അല്ലേ, 500 സംതിങ് ആണ് ഈ സാരിക്ക് ആയിക്കോട്ടെ. ദിസ് ഇസ് ഫുൾ ഓഫ് ലിനൻ ആണ് ഈ ഒരു മെറ്റീരിയൽ. ഇതാണ് ഇതിന്റെ വർക്ക്. അതെ, ഇതിലാണ് അതിന്റെ വർക്ക്. ഐ മീൻ വർക്ക് എടുക്കണില്ലേ? എടുക്കണല്ലോ. ഇത് വർക്ക് ലിനൻ ആണ് മെറ്റീരിയൽ. ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ. അതിന്റെ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചിട്ടില്ല ഗൈസ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഐ തിങ്ക് ഇതിന്റെ പല്ലു വരുന്നതാണ്. ദാറ്റ്സ് ദ പല്ലു. ബോഡിയൊക്കെ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് പല്ലു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കസവ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ജസ്റ്റ് പ്ലെയിൻ തുണിയാണ്. അപ്പം അതുകൊണ്ട്
ഇതിപ്പോ എന്ത് ബ്ലൗസ് അടിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ അടിക്കാന്ന് വെച്ചേക്കാം. അതാ പറഞ്ഞ ഒത്തിരി ഇടപെടലുള്ളപ്പോ കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി കാണിക്കാനുള്ളത് സെറ്റ് മുണ്ടാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് സെറ്റ് മുണ്ട്. ഇത് ഈ പ്രാവശ്യം എടുത്ത സെറ്റ് മുണ്ടാണിത്. എനിക്ക് ഈ മുണ്ട് നേരിയത് മറ്റേ പണ്ടുള്ള ഹിന്ദു ഹൗസസിൽ അമ്മമാരൊക്കെ മുണ്ട് നേരി കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാച്ചലിലാണ് ഈ സാരി എടുത്തത്. വെറും 300 സംതിങ് എന്തോ ആണ് ഇതിന്റെ വിലയായിട്ടുള്ളൂ അല്ലെ. നമ്മൾ അന്നവന്റെ സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ടാണിത്. എനിക്ക് ആകെ ഒരു സെറ്റ് മുണ്ടേ ഉള്ളൂ. അപ്പൊ അതാണിത്. ഇങ്ങനെയാണ് അത് വരുന്നത്. സെറ്റ് മുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമത്. രണ്ടും കംപ്ലീറ്റ്ലി ഓഫ് വൈറ്റില് ഗ്രീൻ ആയിട്ട് വരുന്ന 2 പീസസ് ആണ് സെറ്റ് മുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ 2 പീസസ് ആണ് ഇത് രണ്ടും. സെറ്റ് സാരി കല്യാണത്തിന്റെ സമയത്ത് എടുത്ത സെറ്റ് സാരിയാണ്. 2-2.5 കൊല്ലം പഴക്കമുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉടുത്ത് ഫോട്ടോസൊക്കെ എടുത്താണ്. ഇതിലൊരു ലൈറ്റ് ബുദ്ധനുണ്ട്, ചെറിയ ബുദ്ധനുണ്ട്, കട്ട് വർക്ക് പോലെ. കട്ട് വർക്ക് എന്നാണോ പറയുന്നത്, കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുന്നതാണ്. അങ്ങനെ ഇതിന്റെ കസവിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു എടുത്തത്. ഇതിന്റെ തല എന്ന് പറയുന്നത് തല ഇങ്ങനെയാണ്. ജസ്റ്റ് പ്ലെയിൻ ലൈൻസ് ആണ് ഇതിന്റെ തല വരുന്നത്. ഇതിന്റെ ബ്ലൗസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ബ്ലൗസ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ ഒരു കസവ് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ സാരി അധികം വിലയൊന്നും ആയിട്ടില്ല. ഐ തിങ്ക് 2000-നുള്ളിൽ തന്നെ ആയിട്ടുള്ളൂ. 1000 സംതിങ് ആയിട്ടുള്ളൂ ഈ ഒരു സാരിക്ക്. അന്ന് ജയലക്ഷ്മി എന്നാണ് ഇത് എടുക്കുന്നത്, തൃശ്ശൂർ ജയലക്ഷ്മിന്ന്. സാരീസ് എന്ന് പറയുന്നത് അടിച്ചു മാറ്റിയതാണ്. കഴിഞ്ഞ ദിവസം അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പഴയ സാരിയാണ്. മമ്മ സ്കൂളിൽ കൊടുത്തിരിക്കുന്ന സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. സോ ദിസ് ഈസ് ലൈക്ക് നമുക്ക് പണ്ടൊരു കാന്താന്നൊക്കെ ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമായി എടുക്കുന്നു ഗോപാലൻ. അതെ, എനിക്ക് ഇഷ്ടമായി ഞാൻ എടുക്കുക. അതാണ് സംഭവം. ദിസ് ഇസ് വെരി സിമ്പിൾ. അമ്മയുടെ അടിച്ചു മാറ്റിയ സാരിയാണ്. ഇതിന്റെ മെറ്റീരിയലിനെ പറ്റി എനിക്ക് വലിയ പിടിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് കോട്ടൺ നെറ്റ് മിക്സ് ആണ്. അതെ, പിടിയില്ലാത്ത കാര്യം പറയണ്ട. അറിയില്ല അതില് എന്തൊക്കെയോ ഐ തിങ്ക് ഇതിന്റെ കാന്തയുടെ വർക്ക് പോലെയാണ് വന്നേക്കുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാണ്. ഇതാണ് അതിന്റെ പല്ലു. അമ്മ എന്നോട് പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ കീർപ്പോന്നൊക്കെ പറയുന്നത്. അത്രയും പഴക്കമുണ്ട് ഈ സാരി. പിന്നെ എടുത്തോണ്ട് വന്ന ഒരു കോട്ടൺ സാരിയാണ്. അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ അപ്പം അങ്ങനെ അടിച്ചു മാറ്റിയ സാരി. ഇതിനൊന്നും ബ്ലൗസ് ഇല്ല കഴിച്ചത്. എന്തെങ്കിലുമൊക്കെ ബ്ലൗസ് ഇട്ട് കൊടുക്കന്നെ. സോ ദിസ് ഇസ് കോട്ടൺ. ഇസ് ഫുൾ പ്രിന്റ് ആണ്. ഇതിനിപ്പോ എന്താ പറയാ, ജസ്റ്റ് കോട്ടൺ ഫുൾ പ്രിന്റ്. ഇതില് വേറെ ഒന്നുമില്ല. ഇതിന്റെ തല എന്ന് പറയുന്നത് ജസ്റ്റ് ഇതുപോലെ തന്നെ എത്രയും പ്രിന്റ് തന്നെയാണ് ഇതിന്റെ തല വരുന്നത്. പിന്നെ ഇവിടെ മമ്മിയുടെ ഇന്നൊരു സാരി ഇവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അടിച്ചു മാറ്റലൊരു ശീലമായതുകൊണ്ട് ഒരു പുതുമയെ മമ്മിയുടെ അലമാരി അടിച്ചു മാറ്റിയാണ്. മമ്മി അവിടെ കുറെ സാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു മാറ്റി. സോ ഇതെന്താ ചെയ്യുന്നതിന്റെ ബോഡി ഇസ് ലൈക്ക് ദിസ്. കാണാൻ ഇതെന്താ മെറ്റീരിയൽ എനിക്ക് അറിയത്തില്ല. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതിന്റെ പല്ലു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ പല്ലു ഇസ് ലൈക്ക് ഓൾ ദി കളേഴ്സ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സാരി ഞാൻ അടിച്ചു മാറ്റി. ഇത് കൊടുത്താൽ കീറി പോകുന്നത് അറിയത്തില്ല. കാരണം 10-25 വർഷം പഴക്കമുണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. പണ്ട് നാഗവല്ലിയുടെ സാരി അറിയത്തില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. നമുക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് നമ്മളെ സർപ്രൈസ് കാണിച്ചല്ലോ. ഓ യാ നമുക്ക് സർപ്രൈസ് ഉണ്ട് ഗൈസ്. അപ്പൊ സർപ്രൈസ് ആരാണെന്ന് അറിയോ? കൂപ്പർ. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ കൂപ്പറിനെ കാണാനായിട്ട്. നമ്മൾ കൂപ്പറിന് ഇന്നലെ രാത്രിയാണ് കൂപ്പറോട് എത്തിയത്. സോ ദിസ് ഇസ് ആ കൂപ്പർ. Cooper. So Cooper. Here comes a Cooper. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ്. ഞങ്ങളുടെ കൂപ്പർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്നൊക്കെ പറയാനുണ്ടല്ലോ.
അതുപോലെ ഞാൻ പറയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറ്റി വീഡിയോസ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോ സന്ധിക്കും വരെ വണക്കം. ബൈ ഗൈസ്. ആരവിടെ